അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അസ്ഹർ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ ആ സഹോദരൻ്റെ ഒരു ക്ലിപ്പിന് ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിന് കുറേ കമൻറ്റുകളും ഒക്കെ ആ വീഡിയോക്ക് താഴെ വന്നു. അതിൽ വളരെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വളരെ ദീർഘമുള്ളൊരു കമൻറ്റിൽ ഞാൻ വായിച്ച ഒരു കാര്യം, ആ കമൻറ്റ് തന്നെ എനിക്ക് പോസ്റ്റായിട്ട് കുറേ ആൾക്കാർ അയച്ചു തരും ചെയ്തു. അതിലയാൾ പറഞ്ഞിരിക്കുന്നത്, ആ എഴുതിയ ഏത് സഹോദരനെന്നറിയില്ല, അയാൾ എഴുതിയിട്ടുള്ളത് ഇത് ഒരു ഇൽമിയായ മറുപടി ആയില്ല, നിലവാരമില്ലാത്ത ആളാണ്, സാധാരണക്കാരനാണ്, മറുപടി ക്ലിയർ ആയില്ല എന്നൊക്കെയാണ്. അതിന് സഹോദര, ഞാൻ മറുപടി പറഞ്ഞു എന്ന് ആരാ പറഞ്ഞത്? ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. അതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അതായത് ഒരാളൊരു വീഡിയോ എടുത്താൽ നമുക്കത് നമ്മുടെ ഒരു അഭിപ്രായം പറയാം, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊരിക്കലും മറുപടിയല്ല. പിന്നെ ഇൽമിയായ കാര്യങ്ങൾ പറയാൻ എനിക്കതിന് അറിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാനതിൽ ഇൽമിയായ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അസ്ഹർ അതിനൊരു കാര്യം പറഞ്ഞിട്ടില്ല. അസ്ഹർ ഇങ്ങനെ സൗദിയിലെ പണ്ഡിതന്മാർക്ക് കൊടുത്തു, അവർ തിരിച്ചു കൊടുത്തു, ഇവർ അങ്ങോട്ട് കൊടുത്തു എന്നല്ലാതെ എന്താണ് അതിലെ വിഷയങ്ങൾ, എന്താണ് വിസ്ഡമിന് പറ്റിയ തെറ്റുകൾ, എന്താണ് വിസ്ഡത്തിന് പറ്റിയ തെറ്റിൽ ഞങ്ങളുടെ നിലപാട് എന്ന് വ്യക്തമായി അസ്ഹർ പറഞ്ഞിട്ടില്ല. അത് പറയാൻ വേണ്ടി നമ്മൾ പല പ്രാവശ്യം എഴുത്തിലൂടെയും പോസ്റ്റിലൂടെയൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ അസ്ഹർ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മറുപടി പറഞ്ഞതല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ്. മനസ്സിലായില്ലേ? പിന്നെ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് നസീഹത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതിൽ നിങ്ങൾക്ക് സമസ്തക്കാരോട് നസീഹത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എത്ര പരിപാടി വെച്ചിട്ടുണ്ട് സമസ്തക്കാർക്കെതിരെ, എത്ര ലിങ്ക് വേണമെന്ന് പറയും, കുറേ ലിങ്കൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ സമസ്തക്കാർക്കെതിരെ നിങ്ങൾ സംസാരിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്കെതിരെ സംസാരിച്ചില്ല, നിങ്ങൾ ഇവിടുത്തെ മറ്റേ ലിബറൽക്കെതിരെ സംസാരിച്ചില്ല എന്നല്ല സംസാരിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടാവാം, നിങ്ങൾ ദർസ് വെച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ടാവാം, ചിലപ്പോൾ പൊതുപരിപാടി തന്നെ വെച്ചിട്ടുണ്ടാവാം. പണ്ട് പൊതുപരിപാടി നിങ്ങൾക്ക് കവലപ്രസംഗമായിരുന്നെങ്കിലും ഇപ്പോൾ അത് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടാവാം. ഞാനതല്ല ഉദ്ദേശിച്ചത്. സൗദി അറേബ്യയിലെ ഷെയ്ഖുമാരുടെ അവരുടെ കാര്യപ്പെട്ട മതകാര്യ വകുപ്പിൻ്റെ അടുത്തും പോയിട്ട് നിങ്ങളിങ്ങനെ കുശുത്തിട്ട് ഈ ഇത് കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ കൊടുക്കുന്ന കാര്യം എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ആളുകൾക്കെതിരെ വിസ്ഡത്തിനെതിരെ മാത്രം ചെയ്യുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. വിസ്ഡത്തിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഷെയ്ഖുമാരുടെ അടുത്ത് പറയുന്നു, ഷെയ്ഖുമാർ വിസ്ഡത്തിനോട് എഴുതി തരാൻ പറയുന്നു, അവർ എഴുതി കൊടുക്കുന്നു, അതൊക്കെയാണല്ലോ കാര്യങ്ങൾ. അതൊക്കെയാണല്ലോ അസ്ഹർ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ അതിന് മറുപടി ആൾ ചോദിക്കണം എന്താ വെച്ചാൽ, കാന്തപുരത്തിനെ പറ്റി എന്താണ് സൗദിയിൽ പറയാനുള്ളത്? ഒന്നും പറയാനില്ലല്ലോ എന്നാണ്. പിന്നെ കാന്തപുരത്തിന് സൗദി അറേബ്യയിൽ വലിയ സ്വാധീനമുണ്ട്. അവിടുത്തെ ഭരണാധികാരികളെടുത്ത് വരെ പോകാൻ വേണ്ട സ്വാധീനമുണ്ട്. കാന്തപുരം അവിടെ അറിയപ്പെടുന്നത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളായിട്ടാണ്, ഇവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയൊക്കെ ആയിട്ട്. അതെല്ലാം തെളിയിക്കണ്ടേ? അയാൾ ഗ്രാൻഡ് മുഫ്തിയല്ല, അയാൾ ഖുറാഫിയാണ്, അയാൾ ഖുബൂരിയാണ്, അയാൾ പിഴച്ചവനാണ് എന്ന് നിങ്ങൾക്ക് അവിടെ തെളിയിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഈ എടുക്കുന്ന എഫേർട്ട് അതിനും കൂടി എടുത്താൽ മതിയല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കാന്തപുരം അവിടെ ഷെയ്ഖുമാരെടുത്തും അതുപോലെ കഴുകൽ ചടങ്ങിലും അങ്ങനെ ആദരിക്കപ്പെടുന്ന വ്യക്തിയാവാൻ, ശരിക്കും നാട്ടിലെ ഏറ്റവും വലിയ ശിർക്ക് പ്രചാരകനായ അയാൾ അവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണല്ലോ, ആവുന്നുണ്ടല്ലോ. അത് തടയിടാൻ നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്തു എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ KNM-നെതിരെയും മർക്കസ് ദഅവയ്ക്കെതിരെയും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചപ്പോൾ വേറൊരു സഹോദരൻ കമൻറ്റ് വന്ന് എന്നോട് ചോദിച്ചത്, അവരൊന്നും സലഫികളായിട്ട് അറിയപ്പെടുന്നില്ലല്ലോ എന്നാണ്. ആര് പറഞ്ഞു? അവരൊക്കെയും സൗദി അറേബ്യയിലെ ഷെയ്ഖുമാരുടെ അടുത്ത് സലഫികളായിട്ട് തന്നെ അറിയപ്പെടുന്നു. ഒരു വേള വിസ്ഡത്തിനേക്കാളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെക്കാളൊക്കെ മുമ്പേ അവിടെ സൗദി അറേബ്യയിലുള്ള എല്ലാ ഷെയ്ഖുമാരുടെ അടുത്തും പരിചയമുള്ള ആളുകൾ ഇപ്പോഴും KNM-ലുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. വളരെ സ്വാധീനമുള്ള ആളുകളുണ്ട്. സൗദി അറേബ്യയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ KNM-ലാണ് വർക്ക് ചെയ്യുന്നത്. അവർ ആ KNM-ൻ്റെ പരിപാടികൾക്കാണ് സൗദിയിലെ ഷെയ്ഖുമാർ നാട്ടിൽ വരുന്നത്. മടവൂരിൻ്റെ വിഭാഗത്തിന് അഥവാ മർക്കസ് ദഅവയുടെ പരിപാടിക്ക് വരാറുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഈ വലാ ബറാ വിഷയത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഉദാഹരണം, ഇപ്പോൾ കോഴിക്കോട് സമ്മേളനത്തിന് ശ്രീധരൻപിള്ളനെ ആനയിച്ചു കൊണ്ട് ദേശീയഗാനം പാടി എല്ലാവരും എഴുന്നേറ്റ് വന്ന് ശ്രീധരൻപിള്ള സ്റ്റേജിൽ വന്ന് KNM-ൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ശ്രീധരൻപിള്ളയുടെ അനുഗ്രഹത്താൽ നടന്നു പോകുന്ന ഒരു സംഘടനയാണിതെന്നാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾ ഇവിടുന്ന് പഴച്ചാൽ വിസ്ഡത്തിനോട് എതിർപ്പ് കാരണം KNM-ആയിട്ടൊരു തരം ഒരു അന്തർധാര ഉണ്ടല്ലോ. ആ അന്തർധാരയുടെ കാരണമാണോ അല്ലേന്ന് എനിക്കറിയില്ല. അപ്പോൾ പാലപ്പെട്ടിയിലൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു അന്തർധാര. വിസ്ഡത്തിനോട് തല്ലിടുമ്പോൾ പിന്നെ ശുറൂത്തികളൊക്കെ KNM-ലേക്ക് ചാടുന്നു, KNM-ൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് മാറുന്നു, പള്ളി ഉണ്ടാക്കുമ്പോൾ KNM അങ്ങനെയൊക്കെ മദ്രസ KNM-ൻ്റെ പേരുണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ അന്തർധാര കാരണമാണോ എന്നറിയില്ല. നിങ്ങൾ എന്തുകൊണ്ട് അത് എഴുതി കൊടുക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത്, അസ്ഹർ ഇത്ര ദിവസമായിട്ടും എന്താണ് വിസ്ഡത്തിന് പറ്റിയ തെറ്റ്? വലാ ബറാ വിഷയത്തിൽ തെറ്റിയിട്ടുണ്ട്, അടിസ്ഥാനം തെറ്റിയിട്ടുണ്ട്, മൻഹജിൽ തെറ്റിയിട്ടുണ്ട്, അഖീദ തെറ്റിയിട്ടുണ്ടെന്ന് പറയാമെന്നല്ലാതെ ഇന്ന വിഷയം തെറ്റി അതിന് ഇതാണ് ഞങ്ങളുടെ നിലപാട്, യഥാർത്ഥ സലഫിയത്തിൻ്റെ നിലപാട്, ഇത് പറയണ്ടേ? ഷെയ്ഖുമാർക്ക് മറുപടി കൊടുത്തു, അത് വിസ്ഡ് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. ഷെയ്ഖുമാർ മറുപടി കൊടുത്തു. ഷെയ്ഖുമാർ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന് മറുപടി കൊടുക്കും, അവർ തമ്മിൽ ചർച്ച ആവട്ടെ. സാധാരണക്കാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ, മലയാളികൾക്കിടയിൽ ഇത് വലിച്ചു കൊണ്ടുവന്നിട്ടതാരാ? അസ്ഹറിനെ പോലെ ആളുകളാണ്.
എന്താണ് ഹസർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? വിസ്ഡത്തിന് പിഴച്ചിരിക്കുന്നു എന്ന് ഇവിടെയുള്ള മുഴുവൻ പൊതുജനങ്ങൾക്കും സലഫികൾക്കിടയിൽ പ്രചരിപ്പിക്കണം. ഓക്കെ, വിസ്ഡത്തിന് പിഴച്ചിരിക്കുന്നു പ്രചരിപ്പിക്കണം. അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഹസർ എന്താ ചെയ്യേണ്ടത്? വിസ്ഡത്തിന് പിഴച്ച കാര്യങ്ങൾ മലയാളത്തിൽ ഇവിടെ വന്നിട്ട് ക്ലാസ് എടുക്കുക. അല്ലാതെ ഷാർജയിൽ ഇരുന്നിട്ട് അവിടെ സ്കൂളിൽ മിക്സഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഹസർ ഇന്ത്യയിൽ കേരളത്തിൽ വരാതെ അവിടെ ഇരുന്നിട്ട് വിസ്ഡത്തിന് തെറ്റി എന്ന് പറയാതെ മലയാളത്തിൽ എന്താണ് വിസ്ഡത്തിന് പറ്റിയ തെറ്റുകൾ, ആ തെറ്റുകൾക്ക് ശരിയായ നിലപാട് ഇതാണ് എന്നൊന്ന് പറഞ്ഞൂടെ? അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇവരുടെ വലാഹ് ബറാഹ് വിഷയം എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ്. വലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധം ചേർക്കുക. സംഘടനയുടെ പേരിലല്ല ഇവർ പറയുന്ന ഇത് പറയുകയാണെങ്കിൽ, സംഘടനയുടെ പേരിലല്ല, മുസ്ലിമായ കാരണത്താൽ ആളുമായിട്ട് ബന്ധം ചേർക്കുക, അവനെ സ്നേഹിക്കുക, മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം സ്നേഹിക്കുക, സംഘടനയുടെ പേരിൽ സ്നേഹിക്കാതിരിക്കുക എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സംഘടന ഉണ്ട് എന്നുള്ളതുകൊണ്ട് വിസ്ഡത്തിന് വെറുക്കുന്നു, അതുപോലെ KNM വെറുക്കുന്നു, അങ്ങനെ സംഘടനയൊക്കെ നിങ്ങൾ വെറുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അബ്ദുറൌഫ് നദ്വി, ശംസുദ്ദീൻ പാലത്ത്, ബഷീർ പൂളപ്പോൽ തുടങ്ങിയ ഈ ഒരു ടീമുണ്ടല്ലോ, ഈ ഒരു ടീം, ആ ഒരു ടീമിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ആ ടീമുമായിട്ട് നിങ്ങൾ എന്തിനാണ് ബറാഅത്ത് പ്രഖ്യാപിച്ചത്? നിങ്ങൾ അവരോട് വലാഅല്ല വേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ബറാഅത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്കെതിരെ ശാപപ്രാർത്ഥന വരെ നടത്തിയത്? ആ ശാപപ്രാർത്ഥന നമുക്കൊന്ന് കേൾക്കാം. اللهم عليك بهم اللهم عليك بهم اللهم عليك بهم അല്ലാഹുവേ, നീ അവർക്ക് ദുനിയാവിൽ നൽകിയ വിഭവങ്ങളിൽ അല്ലാഹുവേ നീ വലിയ നഷ്ടം അവർക്കുണ്ടാക്കി തീർക്കണമേ. റബ്ബേ, നീ ഇവരുടെ കളവ് അത് നീ ആളുകൾക്ക് ബോധ്യപ്പെടുത്തണമേ. ഇവരുടെ തനിനിറം അല്ലാഹുവേ നീ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കണമേ. ഇവരെ നീ വഷളാക്കണമേ. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. കേട്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നടത്തിയത്? എന്തുകൊണ്ടാണ് മഞ്ചേരി ആ ചരണിയിലുള്ള മർക്കസ് ഉലൂമുസ് സുന്ന, അവരും യഥാർത്ഥ സലഫികളാണെന്ന് അവർ പറയുന്നത്, അവർ സംഘടനയില്ല, അവർ ഭയങ്കര കറക്റ്റായിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്ത് ദർസ് നടത്തി സ്കൂളിലൊന്നും കുട്ടികളെ പറഞ്ഞേക്കാതെ വളരെ ചെട്ടിയോടുകൂടി നടത്തുന്നതാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബറാഅത്ത്? അവർ നിങ്ങൾക്കെതിരെ നിരന്തരം ക്ലാസ്സുകൾ ഇറക്കുന്നു, അവർ നിരന്തരം നിങ്ങളെ ആക്ഷേപിക്കുന്നു. മരണപ്പെട്ടു സക്കരിയ സ്വലാഹി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നു. അബു ഹഫ്സ എന്ന് പറഞ്ഞ മറിഞ്ഞിരിക്കുന്ന ഏതോ വ്യക്തിനെ അവർ നിരന്തരം ചീത്ത വിളിക്കുന്നു, നിങ്ങൾ അവരിനെയും ആക്ഷേപിക്കുന്നു. ഇതെന്താണ് ഈ ബറാഅത്ത്? എന്താണ്? എന്തിനാണ് അവരോട് നിങ്ങൾക്ക് ബറാഅത്ത്? സുബൈർ മങ്കട ടീമുമായിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ബറാഅത്ത്? അവർ നിങ്ങൾക്ക് വലാഅല്ലേ വേണ്ടത്? നിങ്ങൾക്ക് അവരുമായിട്ട് എന്താ പ്രശ്നം? ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് വലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ്, നിങ്ങളുടെ ആ ഒരു വാടാനപ്പള്ളി ആ ഒരു നിൽക്കുന്ന ഗ്രൂപ്പിലുള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് വലാഹ്, ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് ബറാഅത്ത്. ഇതല്ലേ നിങ്ങൾ തലതിരിഞ്ഞ വലാഹ്? ഇനി സഹോദരങ്ങളെ, ഇവരുടെ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയും? വലാഹിലെ അടുത്താണല്ലോ ബറാഅ്, ബന്ധം മുറിക്കുക. അതായത് ഇവിടെയുള്ള കാഫിറുകളോട് മുഴുവൻ ഒരു ബന്ധവും പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. കാഫിറായ മനുഷ്യൻ, അഥവാ നമ്മളോട് സ്നേഹത്തിൽ വർത്തിക്കുന്ന വളരെ യാതൊരു ശത്രുതയും ഇല്ലാത്ത ആളുകളോട് പോലും ചിരിക്കാൻ പോലും പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ചിരിക്കാൻ പോലും പാടില്ല. പ്രസന്നവദനായി ഇവർ എഴുതിയതാണ്. ഇവിടുത്തെ ഈ കൂട്ടത്തിൽ ഷുറൂത്തിൽപ്പെട്ട ഒരു അഹി എഴുതിയതാണ്. അയാളുടെ ഇപ്പോഴും ഓൺലൈനിൽ അത് കിടപ്പുണ്ട്. പ്രസന്നവദനായി ഒരു കാഫിറിനെ സ്വീകരിക്കാൻ പാടില്ല. ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അയാളെ എന്ത് ചെയ്യേണ്ടത്? ഒന്ന് പുഞ്ചിരിക്കേണ്ടത്. ചിരി പോട്ടെ, പുഞ്ചിരിക്കാൻ പോലും എപ്പോഴേ പറ്റുള്ളൂ? അയാൾ ഇസ്ലാം സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് വേണം. പിന്നെ ഇവരെ വറായിൽപ്പെട്ട എന്താണ് ഇവർ പറയുന്നത്? നമ്മുടെ വെറുപ്പ് പ്രകടിപ്പിക്കണം. കാഫിറിനോട് നമുക്ക് വെറുപ്പ് പ്രകടിപ്പിക്കണം. അത് നമുക്ക് അവരെ വെറുക്കുന്നു എന്ന് അവർ മനസ്സിലാക്കണം. നമ്മുടെ ബോളും അതായത് ദേഷ്യമൊക്കെ നമ്മൾ പ്രകടിപ്പിക്കണം, അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കണം. അങ്ങനെ അവർക്ക് തോന്നണം, ഞാൻ മുസ്ലിം ആവാതെ ഒരു രക്ഷയില്ല. അങ്ങനെ എന്ത് വേണം? അയാൾ ഇസ്ലാമിലേക്ക് വരണം. ഞാൻ മുസ്ലിമാവാതെ ഈ മുസ്ലിമായ സഹോദരൻ എന്നെ സ്നേഹിക്കൂല എന്ന് പറഞ്ഞ് നമ്മുടെ സ്നേഹത്തിന് വേണ്ടി എന്ത് വേണം? നമ്മുടെ വെറുപ്പ് മാറാൻ വേണ്ടി അവർ മുസ്ലിം ആവണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങൾ, എന്തൊരു വിഡ്ഢിത്താണിത്. നമ്മൾ ഡെയിലി കാണുന്ന ഒരു ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരൻ, നമ്മൾ അയൽവാസി ആവട്ടെ അല്ലാത്തവട്ടെ കൊലീഗ് ആവട്ടെ ആരാവട്ടെ, അവനോട് നമ്മൾ എപ്പോഴും വെറുപ്പ് പ്രകടിപ്പിക്കുക, ചിരിക്കുന്നില്ല, അവനങ്ങനെ രൂക്ഷമായി നോക്കുക, അവനോട് നമ്മൾ പരുഷമായി പെരുമാറുക, അവനോട് അങ്ങനെ ദേഷ്യത്തിൽ പിടിച്ച് നടക്കുക. എന്താണ് നമ്മൾ അവനോട് ബറാഅത്ത്, ഇവരെ ഇത് പ്രകാരം ബറാഅത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് തോന്നും, ഭയങ്കര തന്നെ ഈ ചങ്ങായിനോട് മുണ്ടണല്ലോ, ഇനിയിപ്പോൾ മുഹമ്മദ്ക്ക് മുണ്ട, എന്നാൽ ഞാനാണ്ട് മുസ്ലിം ആയിക്കോളാം, എന്നാൽ ഇയാൾ നിന്നോട് സംസാരിച്ചു. ഇങ്ങനെ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരും സഹോദരങ്ങളെ? ഈ കേരളത്തിൽ എത്രയോ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ അത് കിടക്കുന്നുണ്ട്. ആളുകളൊക്കെ ഇസ്ലാം വന്ന് മുസ്ലിങ്ങളുടെ നല്ല സ്വഭാവവും ഇസ്ലാമിൻ്റെ നല്ല സ്വഭാവങ്ങളും അതുപോലെ തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ഈ ദഅവത്ത് ചെയ്യുന്ന ആളുടെ പരുഷ സ്വഭാവം, ഒരാളെ കാണുമ്പോൾ
ദാ ഇവിടെ ഇടുവായോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വേണമെങ്കിൽ ചൊല്ലിക്കോ, നരകണ്ട്, കാഫിറ ചത്തുപോണ്ട, കേട്ടല്ലോ, വേണമെങ്കിൽ ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ ഏതാ മുസ്ലിമാണ് സഹോദര ഇസ്ലാമിലേക്ക് വരിക? ഇവർ പറയുന്നത് ഇവരുടെ ആശയം ഇതാണ്. ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാം, ശരി മാപ്പിളെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചോളാം, അപ്പം നമുക്കൊന്ന് പുഞ്ചിരിക്കാം. അതുവരെ നമ്മൾ ചിരിക്കരുത്, നമ്മളിങ്ങനെ ദേഷ്യത്തിരിക്കണം. ഇതെന്ത് ദഅവത്താണ്, എന്ത് ഉസൂലാണ് ഇതിനുള്ളത്? ഇതെന്ത് ബറാണ്? ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് ഇവിടെ എന്താ സഹോദരങ്ങളെ? അതുപോലെ തന്നെ ഇവരുടെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഇത് കാഫിർ രാജ്യമാണ്, ഇവിടെ നമുക്ക് എപ്പോഴും പോകണം ചിന്തയാണ്. ഇവിടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് പോലും കാഫിർ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഹറാമാണ്, തെറ്റാണെന്നുള്ള നിലപാടാണ് ഇവർക്കുള്ളത്. സുഹൃത്തെ, ഇത് ഇസ്ലാമിക രാജ്യമല്ല, പക്ഷേ ഇത് കാഫിർ രാജ്യവുമല്ല. നിങ്ങൾക്ക് 5 നേരം ജമാഅത്തായിട്ട് പള്ളിയിൽ പോകാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് മസ്ജിദുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ സാധിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിയായ വിവാഹം, ചടങ്ങ്, മറ്റു കാര്യങ്ങളൊക്കെ ദീനിയായി നടത്താൻ പറ്റുന്നു. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യം കുഫുർ രാജ്യമല്ല, ദാറുൽ ഹർബല്ല, കാഫിർ രാജ്യമല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത്ര തന്നെ ഏകദേശം മതിയാവുമെന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു സത്യത്തിലേക്ക്, യഥാർത്ഥ ഹക്കിലേക്ക് മടങ്ങാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇവിടെ ദഅവത്ത് നടക്കേണ്ടതുണ്ട്, ഇവിടെ എല്ലാ ആളുകൾക്കിടയിൽ നമുക്ക് ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടതുണ്ട്, ഇസ്ലാമിൻ്റെ നന്മർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതിന് വികാരം നിൽക്കുന്ന ഈ ആളുകളുടെ ഷറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.